ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. കമല വളരെ വ്യക്തമായി തന്നെ സച്ചിയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിന്റെ ഭാര്യയും മകളെയും കൂട്ടിക്കൊണ്ടു വന്നിട്ടല്ലാതെ ഞാൻ ജലപാനം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ് അമ്മ. ഒടുവിൽ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ സാധിക്കാതെ സച്ചി ഗോകുലിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ദേഷ്യത്തിൽ തന്നെയാണ്. എന്തു വന്നാലും അർച്ചനയും ഗൗരിമോളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്ന രീതിയിൽ തന്നെ. അങ്ങനെ ഡോറിന് തട്ടി വിളിക്കുന്നുണ്ട്. കുറേ തവണ തട്ടുന്നു. ഗോകുൽ അവിടേക്ക് വന്ന് ഡോറ് തുറന്നു. സച്ചിയെ കണ്ടതും ഞെട്ടി നിൽക്കുകയാണ് ഗോകുൽ. ദേഷ്യത്തിൽ സച്ചി ഗോകുലിനെ നോക്കുന്നു. എൻ്റെ സച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞ് വാക്ക് മാറ്റി എന്നെ ചതിക്കാൻ നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് സച്ചി ഗോകുലിനോട് പറയുമ്പോൾ, എന്താ സച്ചി എന്നൊക്കെ ഇങ്ങനെ പതിയെ പറയുകയാണ് ഗോകുൽ. എന്തിനാ എൻ്റെ കേസ് മാറ്റിവെച്ചത് എന്ന് സച്ചി. എന്തിനാ അത് എന്നോട് ചോദിക്കുന്നത്, ആരതിയോട് ചോദിക്കുക എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഞാൻ വക്കീലിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങൾ വക്കീലിനെ കണ്ട് കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് സച്ചി പറയുമ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, സച്ചി ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് എന്ന്. ഇത് കേട്ട് സച്ചി പറയുന്നു, നിങ്ങളുടെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു വന്നതല്ല ഞാൻ എന്ന് പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി പോവുകയാണ് സച്ചി. എന്നിട്ട് അർച്ചന എന്ന് പറഞ്ഞ് അവിടെയൊക്കെ നിന്ന് വിളിക്കുകയാണ് സച്ചി. നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സച്ചിയുടെ പിറകെ അകത്തേക്ക് കയറി വന്നിരിക്കുകയാണ് ഗോകുൽ. കാണിക്കാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ ഭാര്യ മോളെയും എനിക്ക് തിരികെ വേണം, അവരെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്ന് സച്ചി പറയുന്നുണ്ട്. വീട്ടിൽ കയറി വന്ന് മര്യാദക്കേട് കാണിക്കുന്നോ, ഇറങ്ങിപ്പോടോ എന്ന് പറഞ്ഞ് ഗോകുൽ സച്ചിയെ പിടിച്ച് തള്ളാൻ നോക്കുന്നു. എൻ്റെ ഭാര്യയും മോളെയും അന്യായമായി തടവിൽ പാർപ്പിച്ചിട്ട് എന്നെ ഇറക്കി വിടാൻ നോക്കുന്നോ? മര്യാദക്കേട് കാണിച്ച ഈ വീടിൽ ഞാൻ തീയിടും, എല്ലാത്തിനെയും ഇവിടെ ഇട്ട് കത്തിക്കും ഞാൻ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഗോകുൽ പറയുന്നു, സച്ചി കാണാതെ പോയ അയാളുടെ ഭാര്യയും മോളെയും വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കേ, ഇല്ലെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ പറയാൻ എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? നിങ്ങളോട് ഇനി ഒരു മര്യാദയും കാണിക്കില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ അർച്ചനയും മോളെയും കൊണ്ടുപോകും. അർച്ചന ഇറങ്ങി വാ എന്ന് പറഞ്ഞ് സച്ചി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് പോകാം, ഇനി ആരും തടയില്ല, നിന്റെ സച്ചിയേട്ടനെ വിളിക്കുന്നത്, ഇറങ്ങി വാ എന്ന് പറഞ്ഞ് സച്ചി ബഹളം വെക്കുന്നുണ്ട്. ഗോകുൽ എങ്ങനെയെങ്കിലും സച്ചിയെ പിടിച്ച് പുറത്തേക്ക് പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു വഴക്ക് പോലെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ട് ശോഭനയും അർച്ചനയും അവിടേക്ക് വന്നു. അർച്ചനയെ കണ്ടതും വഴക്ക് നിർത്തി. സച്ചി അർച്ചനയുടെ അരികിലേക്ക് വന്നിട്ട് ദേഷ്യത്തോട് തന്നെ പറയുന്നുണ്ട്, അർച്ചന, നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഞാൻ കെട്ടിയതാണെങ്കിൽ മോളെ എടുത്തോണ്ട് ഈ നിമിഷം നീ എൻ്റെ കൂടെ ഇറങ്ങണം. ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന. സച്ചി ദയവ് ചെയ്ത് ബഹളം വെക്കരുത്, നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്ന് ഗോകുൽ. ഇനി എൻ്റെ സംസാരിക്കാൻ മതി, ഈ ഒളിച്ചുകളി ഇന്നത്തോടെ അവസാനിക്കണമെന്ന് സച്ചി. എല്ലാവരും എല്ലാം അറിയട്ടെ, ഇനി ഒരു രഹസ്യവും ഇല്ല എനിക്ക്. ഈ ശബ്ദം കേട്ട് ശോഭനയും ശിശിരയും വന്നു. മോനെ ഗോകുൽ, നീ ഇവൻ്റെ ഈ ഭ്രാന്ത് കണ്ടുകൊണ്ട് നിൽക്കുകയാണോ? നീ വേഗം പോലീസിനെ വിളിക്ക്, ഇവനെ കൊണ്ടുപോട്ടെ എന്നൊക്കെ ശോഭന പറയുന്നുണ്ട്. ഇവൻ ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും നീ എന്താ പിടിച്ച് പുറത്താക്കാത്തത് എന്ന് ശോഭന. എന്നെ പിടിച്ച് പുറത്താക്കാനോ? ഈ നിൽക്കുന്ന അമ്മയുടെ മോന് അതിനുള്ള ധൈര്യം ഉണ്ടോയെന്ന് ചോദിക്ക്. ഇയാളുണ്ടല്ലോ അഡ്വക്കേറ്റ് ഗോകുൽ രാജ് എന്ന അമ്മയുടെ മോൻ, ഞാൻ പറയാതെ എന്തെങ്കിലും ഒരു ചുവട് അനങ്ങില്ല. കാരണം എന്താണെന്നറിയോ? സത്യവും ന്യായവും എൻ്റെ പക്ഷത്താണെന്ന് ഇയാൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ്റെ ഭാര്യ സമൃദ്ധ ആരാണെന്നറിയോ? ഇവൾ എൻ്റെ ഭാര്യ അർച്ചനയാണ്. ഇവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഞാൻ കെട്ടിയതാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് അർച്ചനയുടെയും സച്ചിയുടെയും ഒരു വിവാഹ ഫോട്ടോ ശോഭനയെയും ശിശിരയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവർ ഇത് കണ്ട് ഞെട്ടി. ദാ കാണ് എന്ന് പറയുന്നുണ്ട്. മോനെ, ഈ കാണുന്നതും കേൾക്കുന്നതും സത്യമാണോ എന്ന് ശോഭന. പകൽ പോലെ സത്യമാണ്, ഇനിയും വ്യക്തമാകണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സച്ചി വേറെയും ചില ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. ദാ കാണ്, നല്ലതുപോലെ നോക്ക്, ഇത് ഇവള് തന്നെയില്ലേ കൂടെ നിൽക്കുന്നത്, ഞാനല്ലേ എന്ന് നോക്ക്, നന്നായിട്ട് നോക്ക് എന്നൊക്കെ സച്ചി പറയുന്നു. അർച്ചന, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇതൊക്കെ കണ്ടിട്ടും നിനക്കെന്നെ ഓർമ്മ വരുന്നില്ല എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അർച്ചനെ, നമ്മുടെ അമ്മ നിന്നെ കാണാതെ കുറച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുകയാണ്. ആ സമയം അർച്ചന അമ്മയെക്കുറിച്ച് ആലോചിക്കുന്നു. 10 വർഷമായി എൻ്റെ ഭാര്യയും മകളെയും നിങ്ങൾ ഈ വീട്ടിൽ തടവിൽ വെച്ചു. എൻ്റെ ഭാര്യയ്ക്കും മോൾക്കും വേണ്ടി അലഞ്ഞു നടക്കായിരുന്നു കഴിഞ്ഞ 10 വർഷം. ഇവളുടെ അമ്മ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇവിടെ വന്നത് എന്തിനാണെന്നറിയോ? അവരുടെ മകളെ കാണാൻ. ആ അമ്മയ്ക്ക് അറിയാം, വിവാഹിതയായ സ്വന്തം മകള് നിങ്ങളുടെ മകൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലാണ് താമസിക്കുന്നത് എന്ന്. നിങ്ങളുടെ മകനും ഞാനും കൂടിയിട്ടുള്ള ഈ കള്ളക്കളി തുടങ്ങിയിട്ട് കുറച്ച് നാളായി.
അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ ഇയാൾ അർച്ചനെ എനിക്ക് തിരിച്ചേൽപ്പിക്കാമെന്ന് വാക്ക് തന്നതാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറി. ഒരു വക്കീലിനെ വിലക്കെടുത്തു. ഇനിയും കാത്തിരിക്കാൻ സാധിക്കില്ല. ഈ നിമിഷം എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോവുകയാണ്. തടയാൻ ശ്രമിച്ചാൽ ഇവിടെ കൊലപാതകം നടക്കുമെന്നും സച്ചി പറയുന്നു. എല്ലാവരും ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. അർച്ചനെ പോയി മോളെ എടുത്തോണ്ട് വാ, നമുക്ക് പോകാം, ചെല്ല് എന്നൊക്കെ സച്ചി അർച്ചനയോട് പറയുകയും അർച്ചനയുടെ കയ്യിലിങ്ങനെ പിടിക്കുകയും ചെയ്യുന്നു. ഞെട്ടി നിൽക്കുകയാണ് അർച്ചന. പെട്ടെന്ന് സച്ചിയുടെ കൈ തട്ടി മാറ്റി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എത്ര തവണ ഞാൻ പറയണം ഞാൻ നിങ്ങളുടെ അർച്ചനയല്ലെന്ന്? എൻ്റെ കുഞ്ഞിവിടെ സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് അർച്ചന മുകളിലേക്ക് പോകുന്നു. അർച്ചന എന്ന് പറഞ്ഞ് സച്ചി വിളിക്കുന്നുണ്ടെങ്കിലും അർച്ചന മൈൻഡ് പോലും ചെയ്യാതെ മുകളിലേക്ക് പോയി. നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. അർച്ചന എന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന് വിചാരിച്ച് അർച്ചന എൻ്റെ ഭാര്യ അല്ലാണ്ടാവുന്നില്ല. ഇനിയും ഞാൻ വരും. അവളെ മോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. സച്ചി പോയതിനു ശേഷം ആകെ തകർന്നു നിൽക്കുകയാണ് ഗോകുൽ. ഞങ്ങൾ ഈ കേട്ടത് സത്യമാണോ എന്ന് ശോഭന ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാതെ പോവുകയാണ് ഗോകുൽ. എന്നിട്ട് അവിടേക്ക് ഇരിക്കുന്നു. ആകെ തകർന്ന നിലയിലാണ് ഗോകുൽ. പുറത്തേക്ക് പോയപ്പോൾ രാജീവ് കാണുകയാണ് സച്ചിയെ. അപ്പോൾ രാജീവ് സച്ചിയോട് പറയുന്നു, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അർച്ചനയുടെയും മോളുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നടക്കണമെന്ന്. ഇപ്പോൾ നീ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ എൻ്റെ അർച്ചനയും മോളെയും തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് സച്ചി പറയുന്നുണ്ട്. എന്നിട്ട് അവരെവിടെയെന്ന് ചോദിക്കുന്നു. നീ വിളിച്ചിട്ട് അവർ നിൻ്റെ കൂടെ വന്നില്ലേ എന്ന് രാജീവ് പറയുന്നു. നിങ്ങളുടെ കള്ളക്കളി എനിക്ക് മനസ്സിലായി. അർച്ചനയ്ക്ക് എന്നെ ഓർമ്മയില്ല എന്ന് കരുതി അവളില്ലാണ്ട് ഞാൻ തിരികെ പോകും എന്ന് വിചാരിക്കേണ്ട. ഇനി എൻ്റെ അർച്ചനയ്ക്കും മോൾക്കുമുള്ള യുദ്ധം കോടതിയിലാണ്. രാജീവ് പറയുന്നു. നീ കാണിക്കുന്നത് എടുത്തുചാട്ടമാണ്. അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നത് നിനക്ക് തന്നെയാണെന്നും രാജീവ് പറയുന്നുണ്ട്. നീ കാരണം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിയമത്തിന് മുന്നിൽ മാത്രമല്ല ദൈവത്തിന് മുന്നിലും നീ കുറ്റവാളിയായിരിക്കുമെന്ന് പറയുന്നു. ഞാനെന്ത് തെറ്റാ സാർ നിങ്ങളോട് ചെയ്തത്? ഒരു കാര്യം എനിക്ക് ബോധ്യമായി. എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും നിങ്ങൾ എനിക്ക് തിരിച്ചു തരില്ല. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്. ഗൗരിമോള് നിൻ്റെ മോളല്ല എന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞതാ. അർച്ചന നിൻ്റെ ഭാര്യയായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ അവൾക്ക് നിന്നോട് വരാൻ സാധിക്കില്ല. ഒന്ന് മനസ്സിലാക്കുക സച്ചി. ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇപ്പോൾ അർച്ചനയുടെ മാത്രം കയ്യിലാണ്. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്. അവൾ എൻ്റെ കുഞ്ഞല്ലേ, അവളെ ഞാൻ നോക്കിക്കോളാം. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണമെങ്കിലും ഞാൻ ചികിത്സിച്ചോളാം. ഇത് കേട്ട് രാജീവ് പറയുന്നുണ്ട്. നീ ഭ്രാന്ത് പറയാതെ. ഗൂഗിളിൻ്റെ കുഞ്ഞാണ് ഗൗരിമോൾ എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്കാർക്കും അധികം ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. അവിടെ തോറ്റുപോകുന്നത് നീ ആയിരിക്കും. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല. അഡ്വക്കേറ്റ് ഗോകുൽ രാജ് ഒരു മാന്യനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അയാളൊരു ചതിയനാണെന്ന്. ഒരു മറ്റൊരാളുടെ ഭാര്യയെ സ്വന്തം ഭാര്യയായി പറഞ്ഞു നടക്കാൻ ഒരു നാണവുമില്ലാത്തവൻ. എൻ്റെ അർച്ചനയോടൊപ്പം ജീവിച്ച് ജീവിതകാലം മുഴുവനും സുഖിക്കാമെന്ന് വിചാരിക്കേണ്ട. അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതുവരെ കാത്തിരിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും അയാളുടെ പിടിയിൽ നിന്ന് ഞാൻ അർച്ചനയെ രക്ഷിച്ചിരിക്കും എന്ന് സച്ചി. ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത് നീയാണ്. ഇപ്പോൾ കോടതി കയറി ഭാര്യയെ നേടിയെടുക്കാൻ നടക്കുന്നു. അർച്ചനയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയാലും ഇല്ലെങ്കിലും ഗൗരിമോളുടെ ആരോഗ്യം പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ അവളെ തിരിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ നിനക്ക് വാശി. ഇനിയിപ്പോൾ കാര്യം കോടതി തീരുമാനിക്കട്ടെ എന്ന് രാജീവും പറയുന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും അമ്മയുടെയും അവസ്ഥ നിങ്ങൾക്കാർക്കും അറിയില്ല. ഭ്രാന്ത് പിടിച്ച ജീവിതമാണ് ഇപ്പോൾ ഞങ്ങളുടേത്. നഷ്ടപ്പെട്ടത് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിനുമാണ്. അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നേ പറ്റൂ. ഇനി നിങ്ങളുടെ ആരുടെയും മുന്നിൽ യാചക വേഷത്തിൽ ഞാൻ വരില്ല. പകരം കോടതിയുടെ മുന്നിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ വരുത്തും. സാറ് പറഞ്ഞതുപോലെ തെളിവ് കോടതി പരിശോധിക്കട്ടെ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. കോടതിയുടെ അവസാന തീരുമാനം എൻ്റെ അർച്ചനയും കുഞ്ഞിനെയും എനിക്ക് തിരിച്ചു തരാൻ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് കാണാം സാറേ. ഇത്രയും പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അവന്തികയും സന്ദീപും സംസാരിക്കുകയാണ്. സന്ദീപിൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ സുഗതമേനോൻ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. അതിന് മാപ്പ് ചോദിക്കുകയാണ് സന്ദീപ് അവന്തികയോട്. ഇത് കേട്ട് അവന്തിക ദേഷ്യത്തോടെ സന്ദീപിനോട് സംസാരിക്കുന്നുണ്ട്. നീ മിണ്ടിപ്പോവരുത് എന്നോട്. ഒരിക്കൽ നീ ചെയ്ത തെറ്റിന് നിനക്ക് ഞാൻ മാപ്പ് തന്നതാണ്. പക്ഷേ ഇപ്പോൾ നീ വീണ്ടും ആ തെറ്റ് ചെയ്തു. നിന്റെ കള്ളുകുടി കാരണം എല്ലാം കുഴഞ്ഞു. എൻ്റെ കണക്ക് കൂട്ടൽ എല്ലാം തകർന്നു. എത്ര ഈസി ആയിട്ടാണ് ആ രാജീവ് സുഗതം മേനോനെ രക്ഷിച്ചുകൊണ്ട് പോയത്. ഇനിയും നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? അത് മനഃപൂർവ്വം സംഭവിച്ചതല്ല ഏട്ടത്തി എന്ന് സന്ദീപ്. മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും അയാൾ ചാടിപ്പോയില്ലേ. നേരെ ചെന്ന് രാജീവിൻ്റെ കയ്യിൽ പെട്ടോ. ഇനി എന്താ സംഭവിക്കാന്ന് വല്ല പിടിയുണ്ടോ? സാക്ഷികളെ ഓരോന്നോരോന്നായി നിർത്തും. അയാൾ പറഞ്ഞതുപോലെ കൈവിലങ്ങുമായി പടികടന്നു വരും അയാൾ ഒരിക്കൽ.
എൻ്റെ കയ്യിൽ വിലങ്ങണിച്ച് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിനക്ക് കാണണോ എന്ന് ചോദിക്കുന്നുണ്ട് അവന്തിക. അങ്ങനെ സംഭവിക്കില്ല. സുഗതമേനോൻ എവിടെയാണെങ്കിലും ഞാൻ അയാളെ കണ്ടുപിടിച്ച് തീർത്തിരിക്കുമെന്ന് സന്ദീപ്. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. അല്ല, അവൻ എവിടെയാ മൂർത്തി എന്ന് അവന്തിക. അറിയില്ല, അന്നേരം രക്ഷപ്പെട്ടു പോയതാണെന്ന് സന്ദീപ്. എവിടെയാണെങ്കിലും മൂർത്തിയെ കണ്ടുപിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം, മനസ്സിലായോ? പോയിക്കോളൂ എന്ന് അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ സന്ദീപും പോയി. വക്കീലിനോട് സംസാരിക്കുന്നുണ്ട് അവന്തിക. എന്തൊക്കെ പറഞ്ഞാലും ഇത് നമുക്കൊരു പരാജയം തന്നെയാണ്, പക്ഷേ ഇതുകൊണ്ട് കോടതിയിൽ തോൽക്കില്ലെന്ന് പറയുന്നു. അങ്ങനെ ഉറപ്പിച്ച് പറയാൻ വരട്ടെ. നിയമത്തിൻ്റെ പഴുത് എനിക്കുമറിയാം. രാജീവ് കണക്ക് കൂട്ടി തന്നെയാണ് സുഗതമേനോനെ കൊണ്ടുപോയതും ഈ കേസ് ഫയൽ ചെയ്തതും. എന്നെ വീഴ്ത്താമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇതിന് പിന്നിലെന്നും അവന്തിക പറയുന്നുണ്ട്. സുഗതമേനോനെ രക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കും, പക്ഷേ ഈ കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ കളികൾ ഇനി ഞാൻ മാറ്റി കളിക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ അഡ്വക്കേറ്റ് ഗോകുൽരാജിൻ്റെ മനസ്സമാധാനം കളയാനുള്ള ഒരു ആയുധം അത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വക്കീൽ. സച്ചി അഡ്വക്കേറ്റ് ഗോകുൽരാജിനെതിരെ കൊടുത്ത ഒരു കേസ്, ആ കേസ് അടുത്ത ദിവസം വിളിക്കുമെന്ന് പറയുന്നു. കോടതിയിൽ അഡ്വക്കേറ്റ് ഗോകുൽരാജിനെ പരമാവധി നാറ്റിക്കാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്യുന്നുണ്ട്. അവന്തിക പറയുന്നു. എങ്ങനെയാ കഴിയുന്നത്? ഏതോ ഒരുത്തിൻ്റെ ഭാര്യയും കുഞ്ഞിനെയും സ്വന്തം ഭാര്യ എന്ന നിലയിൽ ഇത്രയും കാലം കൊണ്ടു നടന്നതല്ലേ, അല്ലാതെ അയാൾ പുണ്യാളനല്ലല്ലോ. അത് കേട്ട് വക്കീൽ പറയുന്നു. നിയമത്തിന് മുന്നിൽ അയാൾ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഇതിനേക്കാൾ വലിയൊരു അപമാനം ഇനി അയാൾക്ക് വരാനില്ലെന്നും പറയുന്നു. മതി, ഇത്രയും മതി. ചാനലുകാരെ വെച്ച് അയാളെ നാറ്റിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. തല ഉയർത്തി നടക്കാൻ കഴിയാത്ത വിധം അപമാനിക്കപ്പെട്ടാൽ അയാൾ പിന്നെ ജോലി രാജിവെച്ച് പോകുമെന്ന് അവന്തിക. അതുതന്നെയാണ് എനിക്കും വേണ്ടത്. അതിനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് ഈ കേസ് എന്ന് വക്കീൽ പറയുന്നുണ്ട്. ഈ കേസ് എല്ലാം കൂടി വെച്ച് ഞാൻ അയാളെ പരമാവധി ചവിട്ടി താഴ്ത്തുമെന്ന് പറയുന്നുണ്ട്. ഇനിയാണ് അടുത്ത ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് അവന്തിക പറയുന്നു. ഇത്രയും നാൾ സ്വന്തം അമ്മയെന്ന് വിളിച്ചത് സ്വന്തം അമ്മയല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഇതാണ് ഗൗരിമോൾക്ക് ഏറ്റവും ഒരു വലിയ പ്രശ്നമാകാൻ പോകുന്നത്. ഗൗരിയെ സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് വലിയ വിഷമമുള്ള കാര്യങ്ങളൊന്നും അവൾ അറിയാൻ പാടില്ല എന്നാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു വാർത്ത കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നും അവന്തിക പറയുന്നുണ്ട്. എല്ലാം തകർത്തെറിയാൻ തന്നെയാണ് അവന്തിക തീരുമാനിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.